നമ്മൾ ഒരു സവിശേഷമായ സദസ്സിലാണ് ഇരിക്കുന്നത്. ഇവരെയൊക്കെ ആദ്യമായിട്ടാണ് പലരെയും നേരിൽ കാണുന്നതും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി കഴിയുന്നതും. ജോണേട്ടൻ ആദ്യം തന്നെ പറഞ്ഞത് 10:30 തമാശ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാകുമായിരുന്നു. നമ്മൾ കണ്ടെത്തിയൊരു ന്യായമാണ്. എന്തായാലും ഈ സദസ്സ് ആസ്വദിക്കാനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ഇത് ഈ പരിപാടിയുടെ തലക്കെട്ടിൽ തമാശ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസനെ ഓർമ്മിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ആദ്യം സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് മുരളിയേട്ടനിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം തന്നെ ആയിക്കോട്ടെ. ബഷീർ സാഹിബിൽ നിന്ന് തുടങ്ങാം. സാഹിബ്, ശ്രീനിവാസന്റെ സിനിമയിൽ നിന്ന് ഒരു റൗണ്ട് ചോദ്യം ചോദിച്ച് നമുക്ക് അടുത്ത രാഷ്ട്രീയത്തിലേക്ക് വരാം. സിനിമകൾ ആസ്വദിക്കാറുണ്ടോ? ശ്രീനിവാസന്റെ ഇഷ്ടപ്പെട്ട തമാശകൾ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? മൈക്ക് എടുക്കാം സാർ. സിനിമ ആസ്വദിക്കാറുണ്ട്. ചെറുപ്പകാലത്തൊക്കെ സിനിമ ഇഷ്ടംപോലെ കണ്ടിരുന്നു. ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഹരായിരുന്നു. സിനിമ കാണുമ്പോൾ ആസ്വദിക്കാനാണ്. ദുഃഖം സങ്കടം കാണാൻ വേണ്ടി സിനിമ കാണാൻ പോകണ്ട. നാട്ടിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് എല്ലായിടത്തും ഒക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല തമാശകളും, അദ്ദേഹത്തിൻ്റെ ആ മോഹൻലാലും അദ്ദേഹമുള്ള ആ 60 വയസ്സിൽ പോയ കാര്യങ്ങളും ഒക്കെ, ആ തമാശകളൊക്കെ ആലോചിച്ചാൽ വളരെ നമ്മളതിനെ അതിലേക്കാണ്ട് ലയിച്ചു പോകും. അതൊരു നാച്ചുറലായിരുന്നു. അത് അഭിനയമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയായിരുന്നു അത്. അദ്ദേഹം ഒരു പ്രതിഭയായിരുന്നു. നമുക്ക് മറ്റുള്ളവർക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നാച്ചുറലായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ജോണേട്ട, നമുക്ക് പെട്ടെന്ന് ഈ ഒരു റൗണ്ട് പൂർത്തിയാക്കി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. രാഷ്ട്രീയത്തിലെ തമാശകളിലേക്ക് വരണം. ജോണേട്ടൻ ഒന്ന്. തമാശ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും വലിയ ഗൗരവമൊന്നും വേണ്ട. അതെ അതെ. പണ്ട് ചിരിച്ച തമാശ കേട്ടാൽ ഇപ്പം ആരും ചിരിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. വലിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിൽ. അതൊന്നും പറഞ്ഞാൽ ആരും ചിരിക്കില്ല. അതുകൊണ്ട് കളക്റ്റീവായിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു തമാശ, ഇന്ന് തോന്നുന്ന തമാശ നാളെ തമാശ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം തന്നെ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് രാഷ്ട്രീയക്കാരല്ല പറഞ്ഞു, സിനിമാ നടിമാരാണ് പറഞ്ഞത്. പണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യം കേട്ടിട്ടാണ് നമ്മളൊക്കെ ചിരിച്ചോണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഗൗരവം തന്നെ, ചിരി. അല്ല, ഞാൻ ശ്രീനിവാസന്റെ കാര്യത്തിൽ നിന്നാണ്, ശ്രീനിവാസന്റെ തമാശകളെ കുറിച്ച് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ശ്രീനിവാസന്റെ തമാശകൾ മുഴുവൻ, നിങ്ങൾ തമാശ പറയുന്നതല്ല പ്രശ്നം, ആള് ചിരിക്കണം. നമ്മൾ ശ്രീനിവാസൻ തമാശ പറയുന്നതുകൊണ്ട് ഗൗരവമായിട്ടൊരു വിഷയം എടുത്ത് ആലോചിച്ച് ഇത് പറഞ്ഞാൽ ചിരിക്കുവോ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഫോട്ടോ എടുക്കുന്ന ഒരു രംഗം ഇല്ലേ? അതെ അതെ. ഫോട്ടോ എടുക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരാൾ നിന്ന് മാമുക്കായ സ്മൈൽ എന്ന് പറയുന്ന രംഗം ഉണ്ടല്ലോ, ആ രംഗം പോലെ ഒരു രംഗം മലയാള സിനിമയിൽ ആർക്കെങ്കിലും എടുക്കാൻ പറ്റും? ഒരു ഫോട്ടോ, ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്പൊ ഭാര്യ ഭർത്താവിനെ നോക്കുന്നു, അവസാനം ആ ഫോട്ടോ വരുമ്പോ ആകെ കോനാകൃതിയാണ്. അയാൾ അതിലൊക്കെ ഉള്ള ആ ചിരിയിലൊക്കെ ഈ ഡക്കീമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ കളക്റ്റീവായിട്ടൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതിനെ കണ്ടെത്തി നമ്മുടെ മുമ്പിൽ തന്നു എന്നുള്ളതാണ് ശ്രീനിവാസന്റെ മിടുക്ക്. അല്ലാതെ ശ്രീനിവാസൻ നമ്മളെ ചിരിപ്പിച്ചു എന്നൊന്നും ലാഘവമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സിനിമാ നടന്മാരിൽ പലരും ഈ സിനിമ രംഗത്തുള്ളവർ പറയാറുണ്ട്, ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബഷീറിനൊക്കെ അതിന്റെ ട്രിക്ക് അറിയാം. അല്ല, അത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. രവിയേട്ട, ശ്രീനിവാസന്റെ ഓർമ്മകളിൽ നമുക്ക് തുടങ്ങാം. ഒരു ഓർമ്മിക്കുന്ന തമാശകളിൽ നിന്ന്. ശ്രീനിവാസൻ സിനിമയിൽ വരുമ്പോൾ ഏത് കഥാപാത്രവുമായി അദ്ദേഹം വരുന്നു, നമ്മുടെ മനസ്സിൽ അപ്പോഴേ ഒരു ചിരിയുണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കേണ്ട അശോക് രാജ്, അദ്ദേഹവും നമ്മുടെ മമ്മൂട്ടിയും തമ്മിലുള്ള ഒരുമിച്ച്
ആ സിനിമ നമ്മൾ കണ്ടാലേ അതിലോരോ ഭാഗവും നമ്മൾ ചിന്തിക്കാനും ചിരിക്കാനും എല്ലാം വേണ്ടിയുള്ള ചിരി എന്ന് പറഞ്ഞാൽ വെറും ചിരിയല്ല, അതാർക്കും ചിരിക്കാം. ഇത് ചിരിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനകത്ത് ഒരാശയം കൊണ്ടുവരിക. അതിൽ ശ്രീനിവാസൻ വിജയിച്ചൊരു ചിത്രമാണ് ആ ചിത്രം. സഹപാഠികൾ ഒരുമിച്ച് പഠിക്കുന്നു. പഠിച്ച സഹപാഠികൾ രണ്ടുപേരും, ഒരാൾ സമ്പന്നമായി ജീവിക്കുന്നു, ഒരാൾ ദരിദ്രവാസി. അയാൾ അവസാനം സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി വരും. ഇയാളൊരു ബാർബാവാണ്. ആ ബാർബർ ബാലിനെ നമുക്ക് മനസ്സൊന്നും വായിക്കാൻ കഴിയില്ല. ബാർബർ ബാലിൻ്റെ ബാർബർ ഷാപ്പ് ലോൺ എടുത്ത് പുതിയ ചെയർ വാങ്ങും. ആ ചെയർ എടുത്ത് കൊണ്ടുപോയ രംഗം, എന്നിട്ട് പഴയ ചെയർ തട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സിനകത്ത് കാണുമ്പോൾ ഒരേ സമയത്ത് നമുക്ക് ചിരിയും അതുപോലെ തന്നെ ചിന്തയും വരും. അതെല്ലാം ചേർന്നാണ് ശ്രീനിവാസൻ. മുരളി സാർ, മുമ്പൊക്കെ ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാവുന്നതിന് മുമ്പ് എല്ലാ സിനിമയും കാണുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരനും ജനപ്രതിനിധിയാക്കിയതിന് ശേഷം സമയം കിട്ടാറില്ല. പക്ഷേ ഈ കോവിഡ് കാലത്ത് കുറേ വിശ്രമം കിട്ടിയപ്പോൾ പഴയ സിനിമകളൊക്കെ ഇട്ട് കാണലായിരുന്നു ഹോബി. അതിൽ ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ നല്ല രസകരമായൊരു കഥാപാത്രമാണ് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നുള്ള സിനിമയിലെ ഹാജിയാരുടെ റോള്. മൂന്നാം കെട്ട് കെട്ടിയ ഹാജിയാരുടെ ആദ്യ രാത്രിയിൽ ആ സീനാണ് ഏറ്റവും ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ശരിക്കൊരു മലബാർ ഹാജിയാർ തന്നെയായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിനെ കണ്ടാൽ അത് ശ്രീനിവാസൻ എന്നല്ല തോന്നുന്നത്, അതിന് സാക്ഷാൽ ഹാജിയാർ തന്നെ. അത് കഴിഞ്ഞിട്ട് റംസാനിലെ ചന്ദ്രിക എന്നുള്ള പാട്ട് അതിലേറെ ഗംഭീരമായി. അവസാനം ആരു നീ ആരിജ് എന്ന് പറഞ്ഞ ആ സീറ്റിന് അത് എത്ര കണ്ടാലും മതിയില്ല. ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് ചിരിക്കാൻ പറ്റിയൊരു സീനായിരുന്നു ശ്രീനിവാസൻ്റെ. മറ്റു ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ അതിലേറ്റവും എന്നെ ആകർഷിച്ചതും ചിരിപ്പിക്കുന്നതും ഈ രംഗമാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലെ ചിരി എന്ന വിഷയത്തിലേക്ക് വരാം. ഞാനിങ്ങനെ ചിരിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജോണാട്ടൻ പറഞ്ഞാണ് സത്യം. പഴയ ചിരി കേട്ടാൽ പുതിയ കാലത്ത് ചിരിക്കുമോ എന്നറിയില്ല, ചിരി വരുമോ എന്നറിയില്ല. പക്ഷേ എനിക്ക് ചില തമാശകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും വളരെ ആസ്വദിക്കാനും അതിൻ്റെ രംഗങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാനും പറ്റാറുണ്ട്. അതിലൊരു തമാശ സീതി ഹാജി ഒരിക്കൽ നിയമസഭയിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു തമാശയാണ്. അദ്ദേഹത്തിൻ്റെ തമാശ പറയുമ്പോൾ ഒരു പ്രശ്നം, പലതും അദ്ദേഹം പറയാത്ത തമാശകളായാണ് പിന്നീട് പ്രചരിക്കപ്പെട്ടതെന്നുള്ളതാണ്. പക്ഷെ ഇത് നിയമസഭയിൽ അദ്ദേഹം വന്നു പറഞ്ഞ ഒരു തമാശയാണ്. അന്ന് നായനാർ മുഖ്യമന്ത്രിയാണ്, ലീഡർ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ നായനാര് വാഷിങ്ടൺ പോസ്റ്റും വേറെ 2-3 ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എടുത്ത് സഭയിലേക്ക് വന്നുവല്ലോ. എന്നിട്ടിങ്ങനെ ഘോരം പ്രസംഗിച്ചു. അപ്പോൾ നായനാർ അതിൻ്റെ ഇടയിൽ പറഞ്ഞു വന്ന്, എടോ ഇങ്ങനെ കാര്യമായി ഇടപെടണമെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സീതിയാജി ലീഡർ നോക്കിയിട്ട് പറഞ്ഞു വരും, സത്യമാണ് ലീഡറെ, ഞാനും നായനാരും ഒക്കെ ഇംഗ്ലീഷ് പത്രം വായിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത്. ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയോടുകൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ വളരെ രസകരമായി വളരെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് അതിനുശേഷം അതിനകത്ത് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആസ്വദിച്ച് ചിരിക്കുകയാണെന്ന് സഭ മുഴുവൻ. അപ്പോൾ ആസ്വദിച്ചവരിൽ നായനാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബഷീർ സാഹിബിൽ നിന്ന് തന്നെ തുടങ്ങാം. സാഹിബ്, നമുക്കൊക്കെ കേട്ടറിവും വായിച്ചറിവും ഒക്കെ ഉള്ളൂ സീതിയാജി സാഹിബിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നുള്ള നല്ല രസകരമായ തമാശകൾ എന്താണുള്ളത്, ഓർത്തെടുക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാവർക്കും അറിയാം എൻ്റെ വാപ്പാനെ പറ്റിയാണ് പറയണത്. വാപ്പൻ്റെ വാനെ പറ്റി പറയണം. വാപ്പാക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. വാപ്പാക്ക് LP ആയിരുന്നു. അപ്പോൾ വാപ്പ നിയമസഭയിൽ പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത LP ആണ്. അപ്പം എല്ലാവരും ലോവർ പ്രൈമറി അല്ല. വാപ്പണ അല്ല, ലോക പരിചയമാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. LPക്ക് നിർവചനം കൊടുത്ത ഒരാളാണ്. സഭയിൽ തന്നെ പറഞ്ഞു. പിന്നെ ഉരുളക്കുപ്പേര് അപ്പോൾ മറുപടി തരും. നിങ്ങൾ പറഞ്ഞ മാതിരി നായനാർ വാപ്പി ഭയങ്കര ബന്ധമായിരുന്നു. അപ്പോൾ നായനാർ ശരിക്ക് SSLC വിദ്യാഭ്യാസമാണ്. വാപ്പ 4ാം ക്ലാസ്. വാപ്പ ഏത് പ്രസംഗത്തിലും എനിക്കും നായനാർക്ക് വിവരമില്ല എന്ന് പറയും. അപ്പോഴാണ് ആ വാഷിങ്ടൺ പോസ്റ്റ് അസംബ്ലിയിൽ നായനാർ വായിച്ചത്. അപ്പോഴാണ് വാപ്പ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇടയിൽ കയറി ഇടപെടും. മോഹൻലാൽ
ലീഡർ അന്ന് പ്രതിപക്ഷ നേതാവാണ് കരുണാകരൻ സാർ. അപ്പോൾ വാപ്പ ഒരു മിനിറ്റ് ഇറങ്ങാണ്ട് എണീറ്റ് ചോദിച്ചു. അപ്പോൾ നായനാരിയിരുന്നു. ശരി പറയാറ്. അപ്പോൾ സാർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധിൻ്റെ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി യാത്രയൊന്നുമല്ല. ഞാനും നായനാർ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോൾ ഇനി ഇവിടെ നിന്നാൻ പറ്റൂല എന്ന് വിചാരിച്ചപ്പോൾ അവർ പോയി. അപ്പോഴാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അത് അപ്പോൾ വന്നൊരു മറുപടിയാണ്. പിന്നെ ചില സമയത്ത് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പണ്ട് നമ്മുടെ സുഗതകുമാരി ചേച്ചി അപ്പോൾ ഈ മരം അന്ന് 82 വരൾച്ച വളരെ ഇതായപ്പം നമുക്ക് ഈ കൂപ്പ് ബിസിനസ്സാണ് കച്ചവടം. അപ്പോൾ ഈ മരം മുറിച്ചിട്ടാണ് മഴ ഇടുമ്പോൾ അപ്പോൾ അസംബ്ലിയിൽ ഭയങ്കര ഡിസ്കഷൻ. അപ്പോൾ അപ്പോൾ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അറബിക്കടൽ മഴയാണ് എങ്ങനെ അവിടെ മരമില്ലല്ലോ പറഞ്ഞു. അപ്പോൾ പിന്നീട് അതായ ചർച്ച ഏത് അറബിക്കടൽ നമ്മൾ ഈ നീരാവി പോയി പിന്നെ കാവ്യങ്ങളായി കൂട്ടിമുട്ടിയാണ് മഴ പെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ റിസർച്ച് എന്തായി അറബിക്കടൽ മഴയാണെങ്കിൽ പിന്നെ എങ്ങനെയാണെന്നുള്ളത് സംഗതി നിരുപദ്രവമായ ചോദ്യമാണെങ്കിലും അങ്ങനെയാണ്. അതൊക്കെ പിന്നെ ചിരിപ്പിക്കാൻ അതപ്പോൾ പെട്ടെന്ന് വരുന്നതാണ്. ഓരോരുത്തർക്കും പെട്ടെന്നാണ് വരുന്നതാണ്. ഇപ്പോൾ ഇരിക്കാനും അങ്ങനെ തന്നെയാണ്. അല്ല, ഈ കാലാവസ്ഥേന്റെ തമാശ പറഞ്ഞപ്പോഴാണ് എന്നെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അധികം ചിരിപ്പിച്ച കാലാവസ്ഥ തമാശ PV അൻവർ പറഞ്ഞ തമാശയാണ്. ജപ്പാനിലേക്ക് കാർമേഘങ്ങൾ ഇവിടുന്ന് പോയി നീരാവിയായിട്ട് മഴ പെയ്യുന്നുള്ള തമാശ. ഇങ്ങനെ ഇതൊക്കെ അത് സീരിയസ് ആണെന്നുള്ളതാണ് എനിക്ക് തമാശ. അതെ, ഗൗരവത്തിൽ പറഞ്ഞതാ. മുല്ല സാറേ, നമ്മുടെ ലീഡറെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഞാൻ ഈ വിഷ്വലുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, ലീഡറോട് ഏതോ ഒരു പിറന്നാൾ ദിനത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ PG സുരേഷ് കുമാർ ചോദിക്കും, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു. അപ്പോൾ മൂപ്പരിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. എന്നിട്ട് പറയും ഓക്കെ ആണോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അവരുടെ തമാശകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലാണ് കിട്ടുക. ലീഡറുടെ തമാശകൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്? എന്തെങ്കിലും അങ്ങനെ ഈ ലീഡറുടെ തമാശ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനിലുള്ള തമാശ, അല്ലാതെ ഒരു പ്രസംഗത്തിലൊക്കെ തമാശ പറയുന്നതല്ല. ഈ ഇൻഡിവിജ്വൽ കോൺവെർസേഷൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള പറയുന്ന ചില പൊട്ടിക്കൈകളുണ്ട്. ഓരോരെണ്ണം പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയല് മറന്നു പോകും. അപ്പോൾ ലീഡറെ കാണാൻ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ പോയിട്ട് എന്നോട് വളരെ കാര്യമായിരുന്നു. നാളെ അസംബ്ലി തുടങ്ങുകയാണ്, അവിടെ പൂരായിരിക്കും ഇനി നാളെ എന്തൊക്കെയോ ആരോ അല്ല പൂരല്ല ഭരണി. ആ പൂരമല്ല ഭരണി എന്ന് പറയുന്നതില് അതാ തൃശ്ശൂരുകാർക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ ഈ നിയമസഭയിലേക്ക് 2011 വന്നപ്പോൾ ഈ സ്പീക്കർ ഇലക്ഷൻ്റെ ഒരു വോട്ടിങ്ങിനെ പറ്റി ഒരു സ്പീക്കർ ഇലക്ഷനാണ് പിറ്റേ ദിവസം. അപ്പോൾ അതിൻ്റെ വോട്ടിങ്ങിനെ കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ ഉമ്മൻചാണ്ടി എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞൊരു തമാശയില്ല. അതായത് പുതിയ MLA മാരാണ്, അതുകൊണ്ട് അന്നത്തെ 70 ബ്രിമ്മിലാണ് ഭൂരിപക്ഷം. അപ്പോൾ ഇലക്ഷനിൽ വോട്ട് അസാധുവായാൽ പോയി. അപ്പോൾ ഒരു മോക്ക് അസംബ്ലി പോലൊരു പോളിംഗ് നടത്തി. അപ്പോൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ ചില MLA മാർ പറഞ്ഞു, ഇതെന്താ ഞങ്ങളൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നതല്ലേ, പിന്നെ എന്തിനാ ഞങ്ങളെ ഞങ്ങൾക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഒന്നും വേണ്ടിയില്ല. ഏതായാലും സംഭവം വോട്ടെടുപ്പ് നടന്നു. ഒരു വോട്ട് അസാധുവായി. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാണ് ശരി. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ലീഡറെ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങളൊക്കെ പറയാൻ കാരണം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല, ഞങ്ങൾ പുതിയ ആൾക്കാരല്ലേ. താൻ പേടിക്കണ്ടോ, ആ വോട്ട് അസാധുവാക്കിയത് ഞാൻ തന്നെയാണ്. അതായത് അപ്പം ഇതിങ്ങനെ വോട്ടിങ്ങിന് പരിശീലനം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജനപ്രതിനിധികളായിട്ട് വന്ന ആൾക്കാർക്കൊരു അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അന്നത്തെ കാലമാണ്, ഇന്നത്തെ കാലമല്ല. അപ്പോൾ അവർ തോന്നി ഇതെന്തിനാണ് ഞങ്ങൾക്ക് പരിശീലനം നൽകുന്നതെന്തിനാണ്. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാൻ അദ്ദേഹം തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഒരു വോട്ട് അസാധുവായ വോട്ട് അവസാനം അദ്ദേഹം എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് അസാധുവാക്കിയത്. പിന്നെ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിറ്റ് ഞാൻ കേട്ടിട്ടുള്ളത്, അന്ന് ഈ സഭയിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വലിയ തർക്കം നടക്കുകയാണ്. അവസാനം 5 MLA മാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു പ്രതിപക്ഷത്തുള്ള. അങ്ങനെ അത് വായിക്കുന്ന സമയത്ത്
പെട്ടെന്ന് ആ പേപ്പർ പ്രതിപക്ഷത്തുള്ള അംഗം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അപ്പം എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്. പെട്ടെന്ന് അധികം പോക്കറ്റിൽ നിന്ന് വേറൊരു കത്തെടുത്ത് പേര് വായിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഡീഷണലായിട്ട് പേപ്പർ കീശയിൽ വെച്ചിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് സസ്പെൻഡ് ചെയ്തായിട്ട് വായിക്കുകയും സ്പീക്കർ അംഗീകരിച്ച് 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതേ പിന്നെ പ്രവർത്തകരോട് പറഞ്ഞു, ഒറ്റ കാര്യം മാത്രമേ നോക്കണ്ടൂ, ഒരഭ്യാസം എൻ്റെ അടുത്ത് നടക്കില്ല, പക്ഷെ എൻ്റെ കണ്ണട പോകാണ്ട് ശ്രദ്ധിച്ചോളാം. കണ്ണട പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു. 2005 ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഒരു കാര്യത്തിൽ. അപ്പോൾ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ജയിക്കണം, ജയിക്കാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കണം, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നോ. ആ വാക്കിൽ ഒരു സാധാരണ നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള വാക്കല്ല, എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി നിശ്ചയമുള്ളൊരു വാക്കാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുള്ള ഒരാളാണ് അദ്ദേഹം. പാലക്കാട് ഞാൻ പോയൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തെ പറ്റി ഏതോ ഒരു പത്രത്തിനകത്ത് തെറ്റായി പറഞ്ഞു, ലീഡറെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതൊന്നും താൻ കാര്യമാക്കണ്ട. അത് രാഷ്ട്രീയത്തിൽ അതുപോലുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്. അല്ല, എനിക്ക് അതിൽ ഒരാളെ ഞാൻ പറയാം, നമ്മൾ വിട്ടുപോയത് നായനാര്. അല്ല, ഞാൻ നായനാറിലേക്ക് വരാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള വേറൊരു ദൃശ്യം എന്ന് പറയുന്നത് എറണാകുളം ഉപതെരഞ്ഞെടുപ്പിലാന്ന് തോന്നുന്നു. അന്ന് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടായ സമയമാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ ബോർഡ് മത്സരിക്കുകയാണ്. അപ്പോൾ ലീഡറോട് ചോദിക്കുകയാണ്, ആര് ജയിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ടി വി കാണുന്നവരാണല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ അതെ ടി വി നോക്കുക. അത് നൽകുന്ന സൂചനകളുണ്ടല്ലോ. അത് ഒരു ശരിക്കത് രാഷ്ട്രീയ ദീർഘദൃഷ്ടിയുള്ളവർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. നായനാരുടെ തമാശയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഒരു തമാശ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയോട് ചോദിക്കാന്നുള്ള പരിപാടിയിലേക്ക് ഒരു കുട്ടി വിളിക്കുന്നതാണ്. നല്ല രസകരമായൊരു സന്ദർഭമാണത്. ഒരു കുട്ടി ലൈവാണ് അതൊക്കെ. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പറയുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ ഞാനിപ്പോൾ പരിപാടി ചെയ്യുമ്പോഴായാലും നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ റെക്കോർഡായിട്ട് ഇത് ലൈവിൽ ഇരുന്നിട്ട് പറയണം. ഒരു കുട്ടി വിളിച്ച് ചോദിക്കുകയാണ്, നായനാരല്ലേ? അപ്പോൾ ഈ നായനാരല്ലേ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ ഒരു പുതിയ ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരമൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യം ചിന്തിച്ച പോയിന്റാണ്. അതിൻ്റെ തമാശയിലേക്ക് പിന്നീട് വരാം. നായനാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നായനാർ ചിരിച്ചുകൊണ്ട് അതെ ആരാന്ന് ചോദിക്കുക. അപ്പോൾ ഇവനെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ ചെക്കനാണ്. അപ്പോൾ അവൻ പറയാണ്, ഇങ്ങനെ ഞാൻ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. ആ ശരി, എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ അധ്യാപകരില്ല. അപ്പോൾ അധ്യാപകരില്ലാണ്ട് നീ എങ്ങനെ അവിടെ വിദ്യാർത്ഥിയായിരുന്നു ടീച്ചർ? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വളരെ രസകരമായ തമാശകൾ, ഇവരുടെ ഒരു ജനാധിപത്യ ബോധം, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് പുതിയ കാലത്ത് അങ്ങനെ ഉള്ള ഒരു ജനാധിപത്യ ബോധം ഉണ്ട്? ഇതില് നല്ല വിശാല മനസ്കരായ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും, സ്വന്തം പരിഹസിച്ചാൽ. ഇപ്പം ഞാനൊരു 26-27 കൊല്ലം MVR കൂടെ അസിസ്റ്റ് ചെയ്ത് നിന്ന ഒരാളാണ്, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട്. മൂപ്പര് ചിരിക്കുകയില്ല, ചിലപ്പോൾ ഒരാഴ്ചയൊന്നും ചിരിക്കില്ല. എന്നാൽ ബാക്കി പ്രസംഗം അതേ ചിരിക്കാത്ത ദിവസം തന്നെ മൈക്കിൻ്റെ മുമ്പിൽ ചെന്ന നാട്ടുകാരെല്ലാം ചിരിക്കും. അതൊരു പ്രത്യേക ഒരു രീതിയാണ്. സ്വയം ചിരിക്കാത്ത ഒരാള് വളരെ ഇൻട്രോവർട്ടാണ് പലപ്പോഴും. പക്ഷേ ഈ ഇൻട്രോവർട്ടായ ആള് കാണാം മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ നായനാരായിട്ടായാലും വേറെ ആൾക്കാരെ തമാശ പറയാനും പണ്ട് ലീഡറെ കുറിച്ചായാലും ഒക്കെ പറയുമ്പോൾ ആൾക്കാർ കുടുകൂടാതെ ചിരിക്കും. അതൊരു അസാമാന്യമായ കഴിവ്. പക്ഷേ ഈ MVRനെ കൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ശ്രീനിവാസന്റെ ഒക്കെ തമാശകളൊക്കെ ഉണ്ടല്ലോ. ആ മൂപ്പര് സെക്കൻഡ് ഷോയ്ക്ക് എല്ലാ സെക്കൻഡ് ഷോയ്ക്കും ഞങ്ങൾ അവർക്കൊരു ടീമുണ്ട്, ഷൺമുഖദാസ്, കൃഷ്ണൻകുട്ടിയേട്ടൻ, അങ്ങനെ ഒരു ടീമുണ്ട്, ഞങ്ങളൊരു ടീമുണ്ട്. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോയൊക്കെ ഇരിക്കുമ്പോൾ വലിയ തമാശയുള്ള രംഗമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരാൾ മാത്രം തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ MVR വലിയ തമാശയൊന്നുമല്ല. അതോടെ കുതിരോട്ടം പപ്പുൻ്റെയൊക്കെ സിനിമ കണ്ടാൽ ചിരിയോട് ചിരിയാ. മറ്റേ നമ്മൾ വെള്ളാനകളുടെ നാട്. പക്ഷെ അതിൽ ചിരിക്കേണ്ട കാര്യമുണ്ട്, അത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരെ ഈ ചിരിപ്പിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്. അതിലൊരു ആളുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ച ഒരാളായതുകൊണ്ട് ഈ ചിരിയുടെ
രസങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ചിരിയിൽ എന്താണ് ഈ ചിരിക്കാനുള്ള കാരണം എന്നുള്ളത് വലിയൊരു, നിങ്ങളത് പിന്നെ എൻ്റെ സോഷ്യൽ സയൻസ് പഠിച്ചിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഒരു വിഷയമാണ് അത്. നമുക്ക് എല്ലാവർക്കും കൂടി ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഴയ കാലത്തതൊക്കെ റേസിസ്റ്റ് തമാശകളായിരുന്നു. അപ്പോൾ ഈ റേസിസ്റ്റ് തമാശകളാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചിരിച്ചിരുന്നത്. ഇപ്പം അത് പറഞ്ഞാൽ കേസെടുക്കും, ഇപ്പം അത് പറയാൻ പാടില്ല. അപ്പോൾ ഓരോ കാലത്തും ഓരോ തമാശയുണ്ട്. ഇപ്പം ചാർലി ചാപ്ലിൻ്റെ തന്നെ നല്ല തമാശയുള്ള പല രംഗങ്ങളും ഇപ്പോൾ അഭിനയിച്ചാൽ അതത്ര തമാശയായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇസ്തിരിപ്പട്ടിയുടെ മുകളിൽ ഒരാളിരുന്ന പണ്ട് ആൾക്കാർ ചിരിച്ചിരുന്ന രംഗമുണ്ട്. പഴത്തൊലി ചവിട്ടി വീണാൽ ആൾക്കാർ ചിരിക്കുമ്പോൾ ഇതിപ്പോൾ ചിരിക്കുമോ? അപ്പോൾ ഈ ചിരി എന്ന് പറഞ്ഞാൽ ഓരോ അതിനൊരു ഇവല്യൂഷൻ ഉണ്ട്. അപ്പം ഇപ്പം ചിരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹിക ബോധം അനുസരിച്ച് കറക്റ്റായ ഒരു കാര്യത്തിനെ ചിരിക്കുള്ളൂ. അപ്പം അത് കണ്ടുപിടിച്ച് പറയാന്നുള്ളത് ഭയങ്കര ഒരു, ഞാൻ പ്രസംഗത്തിൽ തമാശ പറയുന്ന ആളേ അല്ല, വളരെ ആവശ്യമില്ലാതെ ഗൗരവപ്പെടുന്ന ഒരാളാണ്. എന്നോട് ശങ്കരനാരായണ സാർ എപ്പോഴും പറയും, തൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രബന്ധം വായിക്കുന്നുണ്ട്, വല്ലതും സിമ്പിളായിട്ടൊക്കെ വല്ലതും പറഞ്ഞാൽ ആൾക്കാർ. ഒരിക്കൽ ഞാൻ ആളെ എനിക്ക് ചിരിപ്പിക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ മാത്രം പറയാം. അപ്പോൾ ഒരാൾ സാങ്കല്പിക കഥയുള്ളതൊക്കെ ഒരു ലോക്കൽ സെക്രട്ടറി ഒരു യുവജന നേതാവിനോട് പറഞ്ഞു തന്നു. ഇയാൾ അനാവശ്യമായ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോൾ CPM കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ കാശ്മീരിൽ കോൺഗ്രസ് ആയിട്ട് ഐക്യമില്ലേ, ഇവിടെ മറ്റെടുത്ത് ഐക്യമില്ലേ, മറ്റേതൊന്നും അങ്ങനെ അവർ ആക്ട് ചെയ്തല്ലേ. അപ്പോൾ LC സെക്രട്ടറി പറഞ്ഞു വന്നു, നിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുകയാണ്, ഈ പാർട്ടി ഓഫീസിലിരുന്ന് രാഷ്ട്രീയം പറയരുത്. പക്ഷെ ഈ തമാശ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ട് ആൾക്കാർ ചിരിച്ചൊന്നുമില്ല. പക്ഷെ അത് നന്നായി ചിരിച്ചൊരു സ്ഥലം ഒറ്റപ്പാലം, ഒരു ജാഥയാണ്. അപ്പൊ ഈ ഒരേ തമാശ പല സദസ്സിനോട് പറഞ്ഞാലും പലതരത്തിലാണ് ചിരിക്കുക. അതുപോലെ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ തമാശയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റില്ല. ഒരാളുടെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അപ്പം മകൻ പറയാണ്, അച്ഛൻ മരിച്ചതിലൊക്കെ പ്രയാസമുണ്ട്, പക്ഷെ ആ കിടക്കണ കിടപ്പ് കണ്ടാൽ ചിരി വരും. അതിനേക്കാൾ ഒരു തമാശ, ക്രൂരമായൊരു തമാശ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് പൊളിറ്റിക്സിലൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അതെ. ഇപ്പോൾ ബഷീർ സാഹിബ് ഞാൻ ഒരു സഭയിൽ പറഞ്ഞു കേട്ടു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് ഗോവിന്ദൻ മാഷ് ഇരിക്കുമ്പോഴാണ്, മാഷ് ഇവരെ കുറിച്ച് നിങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടാന്നല്ലേ. ഈ സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു പ്രാസംഗികൻ ബഷീർ സാഹിബാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ചിരിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ എങ്ങനെ അങ്ങ് വരികയാണോ? അത് അപ്പം വരുന്നതാ. പ്രിപ്പയർ ചെയ്ത് പോയ തമാശയാവില്ല, മറുപടി ആവില്ലല്ലോ. പിന്നെ ഓരോ ആൾക്കാരെ പറ്റി നമ്മൾ പഠിച്ചു വെക്കുമല്ലോ. ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ സൈദ്ധാന്തികമായിട്ട് പറയുള്ളൂ, നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലേ പറയുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർക്കേ മനസ്സിലാവുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഞാനിങ്ങനെ ഈ ലോക്ക്ഡൗൺ ഉണ്ടായില്ല, അപ്പൊ ഞാൻ പറഞ്ഞത് വൈരുദ്ധാഷ്ട്രമായ ഒരു ലോക്ക്ഡൗൺ ആണ്. കാരണം അന്ന് ഈ ലോക്ക്ഡൗൺ എങ്ങനെ വെച്ചാൽ ഈ വർക്ക്ഷോപ്പ് തുറക്കാം, പക്ഷേ സ്പെയർ പാർട്സിന്റെ കട തുറക്കാൻ പറ്റില്ല, ഹോട്ടൽ തുറക്കാം, ഇറച്ചിക്കട തുറക്കാൻ പറ്റില്ല. അതൊരു വൈരുദ്ധാഷ്ട്രമാണ്. അന്നത്തെ ലോക്ക്ഡൗണിന്റെ അന്നത്തെ ഒരു സംഭവമാണ്. എൻ്റെ പ്രസംഗത്തിന് ശേഷമാണ് പിന്നെ രണ്ടും ഒരേ സമയത്ത് തുറക്കാതാക്കിയത്. കാരണം ഇറച്ചി കച്ചവടം മീൻ കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഹോട്ടൽ കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ അത് അങ്ങനെ ഒരു സമയത്ത് വരുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ നിയമസഭയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്പീക്കർ ശംശീർ ഇങ്ങനെ എപ്പോഴും ഞാനായിട്ട് ഇങ്ങനെ കൂത്തുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശംശീറായി എന്നോട് ഇങ്ങനെ ചൂടായിട്ടൊന്നും കാര്യമില്ല, ഏറ്റത്തിന് നിർത്തി അഞ്ചത്തിക്ക് കല്യാണം ആലോചിച്ചിട്ട് ഇന്നെപ്പറ്റി എന്നോട് എന്താ ദേഷ്യപ്പെട്ടിരുന്ന കാര്യം, അത് പാർട്ടി പറഞ്ഞാൽ പോലെ. അത് ഞാൻ റിയാസിനെ മിനിസ്റ്ററാക്കി ശംശീറിനെ അവിടെ MLA ഇരുത്തിയപ്പോൾ ഏട്ടത്തിന് നിർത്തി അഞ്ചത്തിക്ക് കല്യാണം ആലോചിച്ചത് ഞാനാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പെട്ടെന്നാണ് വന്നത്. അത് ഞാനൊരു പ്രിപ്പയർ ചെയ്യാൻ പോയൊരു സംഭവമല്ല. അപ്പം അത് ഈ പെട്ടെന്ന് നമുക്ക് ഓരോ ഉരുളക്ക് ഉപ്പേരി മറുപടി ഇതാണ്. ചില സമയം ഇപ്പോൾ ഞാൻ നമ്മൾ ശിവൻകുട്ടി മിനിസ്റ്റർ ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഈ ചില മതപണ്ഡിതമായ നേതാക്കന്മാരിങ്ങനെ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ കൊണ്ടുപോകണ മാതിരി ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ച അസംബ്ലിയിൽ ഇങ്ങനെ പ്രശ്നം ഞാൻ അവസാനം ഞാനൊരു ഇംഗ്ലീഷ് പറഞ്ഞതാണ്, വാട്ടപ്പൻ യു ചോദിച്ചു. അപ്പോൾ സഭ എല്ലാവരും ചോദിച്ചു. അത് പെട്ടെന്ന് വരുന്ന ഒരു ഇതാണെന്നുണ്ട്. അല്ലാതെ അത് ഈ പ്രസംഗത്തിൽ വരും. പിന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഇപ്പോൾ മുരളിയാട്ടിന് ഇപ്പോൾ അച്ഛൻ്റെ കുറേ ഗുണങ്ങളുണ്ടാവില്ല. അതാണ് അതേമാതിരി ഇപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാണ്. അത് നമ്മുടെ പ്രസംഗത്തിലൊക്കെ സരസമായിട്ട് അപ്പോൾ വരുന്നതാണ്. അല്ലാതെ എന്താ നമ്മളെ വായത് വരുന്നത് നമുക്കെന്നെ പറയാൻ പറ്റില്ല.
ഇപ്പോൾ രവിയേട്ടൻ്റെ കാര്യം എടുത്ത രവിയേട്ടൻ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കും. പക്ഷെ തമാശയൊന്നും കേൾക്കാറേ ഇല്ല രവിയേട്ടങ്ങളുടെ അടുത്ത്. അല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. അതിനു മുമ്പ് ഞാൻ ആലോചിക്കുക, ഒരാൾ ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിക്കുന്നത് ജനങ്ങളെ വിഷയം മനസ്സിലാക്കാൻ, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ജനങ്ങൾ നമ്മളെ ഓരോ പ്രസംഗത്തിൻ്റെയും പ്രതികരണം അപ്പം കാണിക്കും. ചിലപ്പം കൈയടിക്കും, ചിലപ്പോൾ കൂവും. ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്. എന്നാൽ നായനാർ പ്രസംഗത്തിൻ്റെ മീറ്റിങ്ങിൽ പോയാൽ നമുക്ക് പ്രത്യേക അനുഭവം. ഇപ്പം നെടുമങ്ങാട് ഒരു എലക്ഷൻ മീറ്റിംഗ്, നായനാർ പ്രസംഗിക്കുന്ന മീറ്റിംഗ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയ ജനക്കൂട്ടം. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായനാർ വരിക. അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, സഖാവ് നായനാർ വരിക, ഞാൻ പ്രസംഗം നിർത്താൻ പോവാം. അപ്പോൾ നായനാർ നിർത്തല്ല, നീ തട്ടിക്കോ. അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ നിർത്താൻ പോവാന്ന്. സഖാവ് വരാൻ കാത്തിക്കുക എല്ലാവരും. അല്ല, നിൻ്റെ പ്രസംഗം ഞാൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞല്ല, താങ്കളെ പ്രസംഗമൊക്കെ കാത്തിക്കുക, എൻ്റെ പ്രസംഗം കേൾക്കാമെന്നാൽ അത് പിന്നെ ആവാം. ശരി, എന്നാൽ നീ എൻ്റെ പ്രസംഗം കേൾക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകളിലുമില്ലേ, നീ പ്രസംഗിച്ചപ്പോൾ കൈയടിച്ചില്ലേ? ഇവരൊക്കെ നിനക്ക് മനസ്സിലായോ? ഇവരെ നിനക്കറിയില്ല. ഇവരെ പ്രസംഗം കേട്ടാൽ കൈയടിക്കും, ഇവർ കുത്തുന്നതോ മറ്റവരുണ്ടോ കുത്തി കൊടുക്കും. ഇതെല്ലാം കള്ളന്മാരായി ഇരിക്കുന്നത്. ചിരിക്കും, പക്ഷെ അപ്പുറം കുത്തി കൊടുക്കും. ഇത്ര ജനങ്ങളോട് ഇതുപോലെ പ്രസംഗിച്ചിട്ടും അവരെല്ലാം കൈയടിച്ച് നാനാർ പ്രസംഗിച്ചപ്പോൾ, കള്ളന്മാരെന്ന് പഠിച്ചപ്പോൾ കൈയടിച്ച്. അതാ പ്രാസംഗികൻ്റെ ഏറ്റവും വലിയ ഗുണം. ജനങ്ങളുടെ മനസ്സിനെ ശരിക്കും തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് ജനങ്ങളോട് പറയുക. ഇത് നായനാർക്കുള്ള പ്രത്യേകതയാണ്. പിന്നെ ഒന്ന്, അതിൻ്റെ കൂടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പറയുമ്പം വരാത്തൊരു പേരാ സി അച്യുതമേനോൻ. അച്യുതമേനോൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ നാടകങ്ങൾക്ക് മിക്കവാറും കാണുന്നതാണ്. ഒരു തവണ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു നാടകം നമ്മൾ രണ്ടുപേരും പോയി കണ്ട്. ആ നാടകത്തിൻ്റെ പേര് കോതാമൂരി എന്നാണ്. സംഭാഷണമൊന്നും കൃത്യമായിട്ട് കാര്യമായിട്ടില്ല. നാടകം കഴിഞ്ഞപ്പം സംഘാടകരനോട് ചോദിച്ചു, അച്യുതമേനോട് അഭിപ്രായം. ഞാൻ പറയും, ഇപ്പം ചോദിക്കണ്ട. ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായ നാടകം? എന്ത് നാടകം? കണ്ട ആൾക്ക് മനസ്സിലാവണ്ടേ? ആൾക്ക് മനസ്സിലാവുന്ന നാടകം എന്താ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ നമ്മളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷന് പറ്റുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതാണ് പ്രസംഗത്തിൻ്റെ സാധാരണ രീതി. പിന്നെ ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ ഇല്ല, ചിരിക്കില്ല. അദ്ദേഹം ചിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചിരിയുണ്ട്. ആ ചിരിയാണ് ഈ വാക്കിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും പറയുന്ന വാക്ക് അപ്പം കേട്ടിട്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്താൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കരുണാകരൻ, കേൾക്കരുത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് അതെല്ലാം നിറഞ്ഞേക്കുന്നുണ്ട്. അല്ല, മുരളിയേട്ടൻ നന്നായിട്ട് തമാശ പറയും. ഇപ്പൊ ഞാനൊരിക്കൽ എനിക്ക് അതെ അത് മാത്രല്ല, വേറെ എനിക്ക് ഓർമ്മയിലുള്ള ഭയങ്കര രസകരമായിട്ട് തമാശയുണ്ട്. ഒരു ദിവസം നമ്മുടെ ഏതോ ഒരു ഇലക്ഷന് തൊട്ട് മുന്നേ തോന്നുന്നു, കെ സുരേന്ദ്രൻ ഒരു യാത്ര നടത്താണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. യാത്ര കാസർഗോഡ് വിട്ടു, കോഴിക്കോട് എത്തി, ഇങ്ങനെ പോകും. മുരളിയേട്ടൻ്റെ പ്രസംഗമാണ്. അന്ന് മിന്നൽ ബസ് വന്ന സമയമാണ്. മിന്നൽ ബസ് വരെ ഇത്ര വേഗത്തിൽ പോകില്ല. ആദ്യം കാസർഗോഡ്, പിന്നെ കോഴിക്കോട്, പിന്നെ പാലക്കാട്, പിന്നെ കഴിഞ്ഞു. ജാഥയെ കുറിച്ചുള്ള ലീഡറുടെ കമന്റ് എന്താണെന്നറിയും. അപ്പോ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ നല്ല അകൽച്ചയിൽ നിൽക്കുക. പൊതുവെ കെ കരുണാകരൻ പങ്കെടുക്കാത്ത ഒരു ഉദ്ഘാടനവും ഒരു സംസ്ഥാന പരിപാടിക്കില്ല. അപ്പൊ അത് ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനെ നടന്നത്. അപ്പോ നെയ്യാറ്റിങ്കര പാറശാലയിൽ നിന്ന് കാസർഗോട്ടേക്കാണ് ഉമ്മൻചാണ്ടിയുടെ ജാഥ പോകണം. ലീഡറയിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്നിട്ടില്ല. എൻ്റെ കൃഷിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ പത്രക്കാർ ചോദിച്ചു, അല്ല ലീഡറെ ഉമ്മൻചാണ്ടിയുടെ ജാഥ എന്താ തലതിരിഞ്ഞ അല്ലേ ജാഥ? അല്ല, ഞാൻ മുരളിയേട്ടനോട് ചോദ്യത്തിലേക്ക്, ഈ തമാശകളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ചിന്തിച്ചെങ്കിൽ പറയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? അല്ല, പ്രിപ്പയർ ചെയ്തിട്ടൊന്നും പോകാറില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ കുറച്ച് തമാശകൾ കിട്ടി കാണുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറയാറുള്ളൂ. കാരണം ആലോചിച്ച് ഒരു തമാശ പറയാൻ പറ്റില്ല. തമാശ എങ്ങനെയാണ് തമാശയായിട്ട് മാറുന്നത്? നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് തമാശയായിട്ട് മാറുന്നത്. അല്ല, നമ്മൾ ആലോചിച്ച് ഒരു തമാശ ഉണ്ടാക്കിയാൽ പണ്ട് ഒരു സിനിമയുണ്ട്, എൻ്റെ ശ്രീനിവാസൻ്റെ പറഞ്ഞ പോലെ ഒരു
മറ്റേ എന്താ പറയണ്ടത്, പഴയ ഫലിത ബിന്ദുക്കൾ നോക്കിയിട്ട് അസ്ഥാനത്ത് പോയിട്ട് ഭാര്യയോട് തമാശ പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് ബോറടിച്ച പോലെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നാൽ അത് ബോറടിക്കും. നേരെ മറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം, പെട്ടെന്ന് ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി ആയിട്ട് വരണം. പക്ഷെ ഇപ്പൊ വേറെ കാര്യങ്ങളെ സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന മുമ്പൊക്കെ തമാശ പറഞ്ഞാൽ ആസ്വദിച്ചത്, ഇപ്പൊ തമാശയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനെ ജാതിയും മതപരമായിട്ട് വരെ വ്യാഖ്യാനിക്കുന്നൊരു കാലഘട്ടം. തമാശ പറയുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്, സീരിയസ് ആയി. അല്ല, അത് ശരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? കാരണം നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തമാശകൾ പറയുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടാവണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയല്ലേ ശരിക്കും? അല്ല, ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഉദ്ദേശവും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനുള്ള വ്യത്യാസം. നമ്മൾ പറയുമ്പോൾ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഉദ്ദേശം ഉണ്ടാവില്ല. ഞാനൊരിക്കൽ എവിടെ, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും പറയാമെടുത്താൽ, ഞാനൊരു വനിതയായിട്ടുള്ളൊരു ഭരണാധികാരിയെ കുറിച്ച് ഞാനൊരു വിറ്റടിച്ചു അവരുടെ സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. ആള് കാണാനൊക്കെ കൊള്ളാം, പക്ഷെ വായ തുറന്നാൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാണ്. അവസാനം പിറ്റേന്ന് എന്തായി, എൻ്റെ വീടിൻ്റെ മുമ്പിൽ സമരം. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ പറഞ്ഞ അവരുടെ ഒരു നേച്ചറിനെ പറ്റി ഞാൻ പറഞ്ഞ, പിന്നീട് അവരുടെ പാർട്ടി അവരെ കുറിച്ച് തന്നെ പറഞ്ഞ ആ കാര്യം. പക്ഷെ ഞാനന്ന് പറഞ്ഞപ്പോൾ വലിയ വിഷയമായി, കാരണം ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു തമാശ പറയുമ്പോൾ അതിനെ തമാശയായിട്ട് എടുക്കണം, നേരെ മറിച്ച് അതിനെ ഗൗരവത്തിലെടുത്ത് ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കി. രവിയേട്ടാ, നമ്മൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ 4 പേരിലേക്കും പോവാം. ഇപ്പോൾ ഒരു തമാശകൾ പറയുമ്പോൾ അതിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതിനകത്ത് രാഷ്ട്രീയം കൃത്യമായി ഉണ്ടാവണം എന്നുള്ളൊരു തോന്നൽ രവിയേട്ടനുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പറയുന്ന തമാശ ഏത് വിഷയത്തെ ഉദ്ദേശിച്ചാണെന്ന് വെച്ചാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അല്ലെങ്കിൽ ആ തമാശ കൊണ്ട ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങളും നമ്മളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. പ്രസംഗം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പ്രസംഗം പരിശീലിച്ച് വരുന്നതല്ല. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി പ്രസംഗകരാകുക. പ്രസംഗം ഞാനാദ്യം സ്കൂളിലൊരു പ്രസംഗം നടത്തി, നെഹ്റുവെക്കുറിച്ചാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഞാൻ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായി. അപ്പോൾ രാഷ്ട്രീയവും ഈ സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പം നമ്മളിപ്പം നേരത്തെ KM പറഞ്ഞ എനിക്ക് വളരെ ഫീൽ ചെയ്തു. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ 4 പേര് ഇവിടെ ഇരിക്കുക, നമ്മളെത്ര സൗഹൃദത്തിലാണ്. എന്നാൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണ്? എത്ര മോശമായ പെരുമാറുന്നു, എത്ര മോശം ഭാഷയാണ്. ആ ഭാഷ കേട്ടാൽ എനിക്ക് പെട്ടെന്ന് അറപ്പ് തോന്നും. കാരണം ഞാനൊരു ചാനൽ ചർച്ചയിൽ വെച്ച് വലിയ ചർച്ചയായിരുന്നു. അതിൽ MM അസനും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ അസനോട് ഞാൻ, അന്ന് കോൺഗ്രസ്, നിൻ്റെ പാർട്ടി എന്നൊരു വാക്ക് പറഞ്ഞു. മലബാറിൽ നിൻ്റെ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർക്ക് പറയാം. ഇവിടെ നിൻ്റെ എന്നോ നിങ്ങളെന്നോ പറയാൻ പറ്റില്ല, ഇവിടെ താങ്കൾ പറയണം. അത് പറഞ്ഞ് നിർത്തി ഉടനെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞ് ക്ഷമിക്കണം താങ്കളുടെ പാർട്ടി. അപ്പം അസൻ ചോദിച്ചു, നായനാർ പറയുന്ന മാതിരിയാണോ? ഞാൻ പറഞ്ഞു, നായനാരാരും ഞാനാരും, നായനാർ മഹാൻ, ഞാനൊരു പാവം. അത് കേട്ടതിന് ശേഷം എനിക്കന്ന് വന്ന കോളുകൾ എൻ്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല. പല ആളുകളും വിളിക്കുക തന്നെ. കാരണം നമ്മൾ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും ചാനൽ ചർച്ചയിൽ ഇരിക്കട പട്ടി ചെറ്റ, എത്ര മോശമായിട്ടാണ് വാക്ക് പറയുന്നത്. ഇതൊക്കെ നമ്മളെ മലയാളത്തിൽ നമ്മളൊക്കെ പരസ്പര ബഹുമാനമില്ലേ? ഏത് രാഷ്ട്രീയമാവട്ടെ. KM നേരത്തെ പറഞ്ഞ വളരെ പ്രധാനമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ആ തമാശ കൊണ്ടുപോയിട്ട് വളച്ച് കൊണ്ടുപോയി മതത്തിൻ്റെയും അതുപോലെ ജാതിയുടെയും പേരിലാക്കുക. എന്തിനു വേണ്ടി? അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? ആ രാഷ്ട്രീയത്തിന് മനുഷ്യൻ്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുക. ആ രാഷ്ട്രീയ ബോധം നമുക്ക് വേണ്ടേ? അതില്ലെങ്കിലോ? നിങ്ങൾ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയാണ്. മാത്രമല്ല ചിലർ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ഒന്നും ആലോചിക്കില്ല ജോണെ. ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന പൈസ നമുക്ക് ഭരണമില്ലല്ലോ, അപ്പോൾ ഭരിക്കുന്നതിന് ആ പൈസക്ക് ഉണ്ടാക്കാനാണ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ കയ്യിൽ പൈസ ഭരണമില്ലല്ലോ. ഒരു നേതാവ് പറയുക, ഞാൻ ആലോചിക്കുക, എന്താലോചിച്ചത് പറയുന്നത്. അപ്പം രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്ന വല്ലതും ആലോചിച്ചാണോ? ഒന്നുമില്ല. എന്തെങ്കിലും സ്ഥാനം മോഹിച്ചാണോ? ഒരിക്കലുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം മന്ത്രിയായിരിക്കും അവിടെ പോയി മത്സരിക്കുമ്പോൾ എന്നോട് KM അവിടെ വെച്ച് എന്നോട് പറഞ്ഞ്, ഞാനിത് എനിക്ക് തീരെ ഒരു തൃപ്തിയുള്ളതല്ല, എന്നാലും പോകാതിരിക്കാൻ പറ്റുമോ? പാർട്ടി പറയില്ലേ.
ഇതൊക്കെ നമ്മളറിയാത്ത ഓരോ പൊതുപ്രവർത്തകൻ്റെയും മനസ്സിനകത്തുള്ള തീക്കനൽ നമുക്കറിയില്ല. എന്ത് ചിരിച്ചാലും തിരക്കേണ്ട. ആ തീക്കനൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അനിവാര്യമാണ്. പക്ഷേ എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും പട്ടത്ത് വേണം, പരസ്പര ബഹുമാനം വേണം. രാഷ്ട്രീയത്തെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ കാണണം. അത് കാണാത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയം കാപട്യ രാഷ്ട്രീയമാണ്. അത്രേ എനിക്ക് പറയാം. ഇപ്പോൾ കാരശ്ശേരി മാഷ് അദ്ദേഹത്തിൻ്റെ ഒരു സീരിയസ് ആയി അല്ല ഞാൻ ഇത് പറഞ്ഞിട്ട് ബഷീർ സാഹിബിനെ പറയാം. ഇപ്പൊ കാരശ്ശേരി മാഷ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് CH കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഓർമ്മകൾ പറയുമ്പോൾ CH പറഞ്ഞൊരു തമാശയായിട്ട് പറയുന്നത്, ലീഗിന്റെ അണിയായിരിക്കാൻ സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. അപ്പൊ ഞാൻ പറയുന്നത് ഇത് സ്വന്തം അണികളെ കുറിച്ച് പറയണം. അത് ഇക്കാലത്ത് അങ്ങനെ പറയുമ്പോൾ അവരെ ഏത് തരത്തിലായിരിക്കും എടുക്കാന്ന് ബഷീർ സാഹിബ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അല്ല, അത് നല്ല സ്പിരിറ്റ് എടുത്തോളൂല്ലോ. കാരണം വളരെ സഹനശക്തിയുമാണ് ധനശക്തിയുമാണോ. കാരണം നമ്മളെ ഒരു പ്രധാന ഘടകമാണല്ലോ. പക്ഷേ ഞങ്ങളെ പറ്റി ഇപ്പം പഞ്ചസാറിന്റെ പാർട്ടിയാണെങ്കിലും CPന്റെ പഴയ പാർട്ടിയാണെങ്കിലും പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾ ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ് എന്നാ പറയും അല്ലേ ചേട്ടാ? നമ്മളെ പറ്റി അങ്ങനെയാണ് പറയുക. അപ്പോൾ ഈറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ്. അപ്പം ഞങ്ങളെ പാർട്ടിനെ പറ്റി പറഞ്ഞു. ഞങ്ങളെ ഈറ്റിംഗ് മീറ്റിംഗാണ് ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഉണ്ടായത്. മറ്റേത് കുറെ ചർച്ച 3 ദിവസം നടക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഞങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും കിട്ടില്ല. അപ്പോൾ ഇവിടെ മനസ്സാറ് പറഞ്ഞ മാതിരി മുമ്പൊക്കെ ഞാൻ ഇപ്പോൾ വാപ്പാനെ കണ്ടതാണ്. ഇപ്പോൾ അന്ന് വെച്ചാൽ പ്രതിപക്ഷം ഭരണപക്ഷം MLA-മാരാണെങ്കിൽ MLA കൂട്ടത്തിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും. ക്യാൻറ്റീനിലാണെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും, ഒരുമിച്ച് സിനിമക്ക് പോകും. അതേപോലെ നല്ല സൗഹൃദങ്ങൾ, കുടുംബങ്ങൾ തമ്മിൽ ബന്ധം. ഇപ്പം ഞാൻ ഇതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. വാപ്പാനെ കണ്ടു വളർന്നതാണ്, CH-നെ കണ്ടു വളർന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നാലാറ് കൊണ്ട് വാപ്പായിട്ട് അടുത്ത് വന്നേനെ ലീഡർ പറഞ്ഞാൽ നമ്മളെ വാപ്പാൻ്റെ പറ്റായിരുന്നു. എനിക്ക് എൻ്റെ വാപ്പാൻ്റെ സ്ഥാനത്തായിരുന്നു. ഒരിക്കലും പത്മചേച്ചിനെ പറഞ്ഞിട്ടുണ്ട്, MPR-ഉം വാപ്പയും അസംബ്ലിയിൽ ഭയങ്കര വാക്ക് പോരുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം MPR ഈ ശരീരത്തിൽ വിവാദം വന്നപ്പോൾ ഈ 2-3 ഘട്ടങ്ങളിലാണപ്പോൾ വാപ്പ അസംബ്ലിയിൽ എണീറ്റ് പറഞ്ഞു, MPR അങ്ങനെ ഒരു ബുദ്ധിമുട്ട് MPR നിന്റെ കൂടെ പൊന്നാനിക്ക് വരും, 2-3 ഘട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തമാശ പറഞ്ഞാൽ അവരൊക്കെ നല്ല സൗഹൃദം. എന്തൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? എന്തൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മതം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, അങ്ങനെയൊക്കെ അല്ലേ? അതൊരു സ്പിരിറ്റ് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പം ലീഡർ ഇപ്പം പത്മശേഷി പ്രാവശ്യം പറഞ്ഞു, അച്ഛൻ 3 പ്രാവശ്യമാണ് കരയുന്നത് ഞാൻ കണ്ടതെന്നാണ്. ഒന്ന് അമ്മ മരിച്ചപ്പോൾ, ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ, ഒന്ന് CDJ മരിച്ചു. അപ്പം അത്ര ആത്മബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പം PS ശ്രീനിവാസൻ സാറ് CPI, അതുപോലെ തന്നെ പിന്നെ നായനാർ, അത് MPR, ഇങ്ങനെ പല നേതാക്കന്മാർ, ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ പോകും. ഒരു കമ്മിറ്റി വന്നാൽ ഞാനിപ്പോഴും നമ്മുടെ KV സുരേന്ദ്രനാഥ്, ആശാൻ, അവരൊക്കെ നമ്മളെ വാപ്പയിലൊക്കെ ബന്ധം ഒക്കെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ഇപ്പം നമ്മൾ നായനാരും കരുണാകരൻ സാറും തമ്മിലെ ആത്മബന്ധം എത്രയായിരുന്നു എന്ന് നമുക്ക് എനിക്ക് മനസ്സിലായിരുന്നു. അത് 4 പ്രാവശ്യം കരുണാകരൻ സാറും എഴുതിയപ്പോഴില്ല. അങ്ങനത്തെ ഒരു ബന്ധപ്പെടില്ല. ഞാൻ 2013 MLA വന്നതിന് ശേഷം ഏത് സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും അവരവരെ വൈകാണ്ട് പോകും. മറ്റെല്ലാവരും ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ എവിടെ പോയെന്നില്ലെന്ന് അന്വേഷിച്ച് തന്നെ വേണം. അങ്ങനെ ബന്ധമില്ല, ഒരു കൂടിയ ആളില്ല, ഉള്ളു തുറക്കൂല. എന്താ കാലത്തിന്റെ മാറ്റം തന്നെ. പണ്ടൊക്കെ ഇപ്പം വെച്ചാൽ അവനാനും പെണ്ണുങ്ങളും 2 കുട്ടികളും എന്ന് പറഞ്ഞ മാതിരി അത് എല്ലായിടത്തും എത്തിക്കുന്നത്. അപ്പം എൻ്റെ അങ്ങനെയല്ല, 2 കൂട്ടുകുടുംബവും കാര്യങ്ങളും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിലിപ്പോൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വരുന്ന ചില കമൻറ്റുകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം മുമ്പൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ തമ്മിൽ എന്തിനാ അഭിപ്രായ വ്യത്യാസമുള്ള, ആശയത്തിലാണ് അഭിപ്രായ വ്യത്യാസം, അല്ലാതെ നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്ത് കൈയേറുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ആ ഇഷ്യൂ കഴിഞ്ഞാൽ ഒരുപാട് സൗഹൃദം പങ്കുവെക്കണ്ടേ. ഇപ്പോൾ തന്നെ ഒരു കല്യാണം വന്നു, നമ്മൾ പാർട്ടി നോക്കിയിട്ടാണോ കല്യാണത്തിന് പോവുക? ഒരു മരണം വന്നു, നമ്മൾ പാർട്ടി നോക്കിയിട്ടാണ് പോവുക? ഇത് അങ്ങനെയൊക്കെ പോയാൽ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വൃത്തികെട്ട കമൻറ്റുകൾ അതൊരു പ്രധാന ഘടകമാണ് ഇപ്പോഴും. അത് നമ്മുടെ സംസ്കാരം എങ്ങനെ പഴയ സംസ്കാരത്തിന് പുതിയതിലേക്ക് പോകുമ്പോൾ വരുന്ന വ്യത്യാസം. അതിൽ ഈ സോഷ്യൽ മീഡിയയുടെ ചില മോശം വശങ്ങളിലൊന്നാണത്. ഇപ്പോൾ ഞാൻ പറയാം, ഞാനും റഹീമും ഞങ്ങൾ 2 പേരും സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു, പാർലമെൻറ്റ് അംഗങ്ങൾ. ഞങ്ങൾ മറ്റേ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ചിരിക്കുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു.
പോസ്റ്റ് ചെയ്യുന്ന വഴി പിന്നെ വരുന്ന ചീത്തവിളിയാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തകരോടെ കൊല്ലുമ്പോൾ ഇരുന്ന് ചിരിക്കുക കാപ്പിയും കുടിച്ചിട്ട്. ഇങ്ങനത്തെ വർത്തമാനമാണ് വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ കണ്ടാൽ മിണ്ടരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കമൻറ്റുകൾ വരുന്നത്. അങ്ങനെ പോയാൽ ശരിയാവും, മനുഷ്യബന്ധങ്ങൾ ഇല്ലാതാവില്ലേ? മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ വരും, ഇന്ന് ഇരിക്കും കേട്ടോ. പക്ഷെ അതിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന വൃത്തികെട്ട കമൻറ്റുകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. അല്ല, അതെല്ലാമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരുപാട് ചാനലാണ്. ഇപ്പം ഈ കാണുന്ന ചാനലുകളല്ല, ഒരുപാട് യൂട്യൂബ് ചാനലാണ്. ഇവർക്കൊരു നാദരില്ലാതെ ഒരുപാട് വരുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരെന്ന് പറയാൻ ജനസേവകന്മാരാണ്. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യരുത്. അത് മൈൻഡ് ചെയ്യാതെ പിന്നെ ബിക്കെ ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യാതെ നമ്മൾ തമ്മിലൊരു ബന്ധമില്ലേ, ആ ബന്ധത്തിന് കാണിക്കേണ്ട അത്രയും വന്നൊരു മാറ്റമുണ്ട്. അത് എനിക്ക് തോന്നിയൊരു കാര്യം ബഷീർജി, എനിക്ക് തോന്നിയൊരു കാര്യം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് അഭാവമുണ്ട് എന്നാണ്. ഏത് പാർട്ടിയായാലും രാഷ്ട്രീയ വിദ്യാഭ്യാസം അനിവാര്യമാണ്. കാരണം രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പുതിയ തലമുറ എങ്ങനെയാണ് പോകുന്നത്? എന്താ അവരെ ചിന്ത? എന്താ പുതിയ തലമുറ? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ കേരളം ഒരുപാട് മാറി. അല്ല, ഇപ്പൊ രവേട്ട ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ പുതിയ കാലം എന്ന് പറയുമ്പോഴേ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ കുറിച്ച് എനിക്ക് 4 പേരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ സമയം പരിമിതിയുണ്ട്. അപ്പൊ രവേട്ടൻ തന്നെ തുടങ്ങാം. എങ്ങനെയാണ് പുതിയ കാലത്തിന്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം, അവരുടെ രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ എങ്ങനെയാണ്? രവേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ അത്? അല്ല, പുതിയ തലമുറ ഞാനെങ്ങനെ മോശമാണെന്ന് പറയല്ല. പുതിയ തലമുറക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ്. അവർക്കാണെങ്കിൽ പഠിച്ചാൽ ഒരുപാട് മുന്നോട്ട് പോകാമെന്നാണ്. ഈ ലോകത്തിൽ എവിടെയും പോകാനുള്ള വാതായനങ്ങൾ ഇപ്പോൾ ഉണ്ട്, അങ്ങനെ മാറിയിട്ടുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് അവരെ സോഷ്യൽ സയൻസും ഹിസ്റ്ററിയും പഠിപ്പിക്കണം. നമ്മൾ ഹിസ്റ്ററി പഠനം വളരെ അനിവാര്യമാണ്. നമ്മൾ എന്താണ് ഇന്ത്യ, എങ്ങനെ ഉണ്ടായി, എന്താണ് നമ്മളെ മലപ്പുറത്ത് നടന്ന പഴയ കാലത്ത് 1920 കലാപം, നമ്മൾ ഇവിടെ നടന്ന സമരങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ചെറുപ്പക്കാരറിയണ്ടേ? പഴയ കവിതകൾ വായിക്കണം, കഥകൾ വായിക്കണം. ഇപ്പോൾ വായനയുടെ കാര്യത്തിൽ ഇപ്പം ഇതിൽ മാത്രമായി ഇപ്പോൾ വായന, സോഷ്യൽ മീഡിയയിൽ മാത്രമായി വായന. പുസ്തകങ്ങളുടെ വായന ഇപ്പം എത്രത്തോളം ഉണ്ട്? വളരെ കുറഞ്ഞു വരിക. നല്ല പുസ്തകങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ചോദിച്ചാൽ കുറേ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഞാനൊരു സ്റ്റാളിൽ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് പത്രം വിൽപ്പന, അപ്പൊ എന്നോട് പറയാണ് നേരത്തെ പോകുന്നതിന് 10% ഇപ്പൊ പോകുന്നില്ല, അതും കോട്ടയത്താണ്. അപ്പൊ നിങ്ങൾ നോക്കണത് പത്രം വായിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത്, പത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് വിവരങ്ങൾ അവർക്ക് അതിനേക്കാൾ വേഗതയിൽ ഒരുപക്ഷെ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടാനുള്ള ഇപ്പം പല പല സംഗീതങ്ങൾ ഉണ്ടാവാം. കൂടുതൽ ആഴത്തിലുള്ള വായനയ്ക്കും ആഴത്തിലുള്ള പഠനത്തിനും മാത്രമേ തടസ്സങ്ങളുണ്ടാവും, പക്ഷെ പലതും കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പം ഇപ്പൊ ഓരോ ആളുകളും ഓരോ എഡിറ്റർമാരായി മാറുന്ന ഒരു കാലം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സാധ്യത കൂടി അതിനകത്തുണ്ട്. നമ്മൾ പത്രം വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അതിനകത്ത് കുറവുണ്ടാവാം. പക്ഷെ പുതിയ തലമുറയുടെ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളൊക്കെ വേറെ തരത്തിലാണ്. പക്ഷെ പൊളിറ്റിക്കലി അവർ ഇപ്പൊ ഇന്നലെ ഞാൻ ജോണേട്ടനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രീയമായ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളെയും നോട്ടങ്ങളെയൊക്കെ എങ്ങനെയാണ് ജോണേട്ടൻ നോക്കുന്നത്? എങ്ങനെയാണ് തലമുറയിൽപ്പെട്ട ആൾക്കാർ അതിനെക്കുറിച്ച് പറയേണ്ട, അതിനെക്കുറിച്ച് പഴയ തലമുറ പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോ പുതിയ തലമുറക്കാരില്ലാത്തൊരു ദോഷം ഈ പാനലിൽ ഞാനുണ്ട്. നിങ്ങൾ മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയക്കാരില്ല. ഇപ്പൊ സത്യത്തിൽ അതൊരു പോയിന്റാണ്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ മാത്രമാണ്. മറ്റവർ രാഷ്ട്രീയത്തിലുണ്ട്, പക്ഷെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് അതിനെ മാനേജ് ചെയ്യുക, പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ എ ആന്റണി 35 ദിവസം മുഖ്യമന്ത്രിയായി. ഇപ്പോൾ കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞങ്ങളൊക്കെ 10-12 വയസ്സുണ്ടെന്ന വിചാരം. 1960 എത്ര വയസ്സുണ്ട്? അല്ല, അത് ഞാൻ പറയുന്നത് അത്ര കാലം മുമ്പ് അത്ര ചെറിയൊരാൾ മുഖ്യമന്ത്രിയായി. രമേശ് ചെന്നിത്തല 30 ചെറിയ വയസ്സിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് രാഷ്ട്രീയക്കാരെ പരിഗണിക്കാത്തത്, പുതിയ ആളുകളെ? പോയിന്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവര് ടോപ്പിലില്ല, മിക്കവരും ടോപ്പിലില്ല. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നവരൊക്കെ 70 കഴിഞ്ഞവരും 70 ആവാൻ പോകുന്ന ഞങ്ങളുടെ പോലുള്ള ആൾക്കാരുമാണ്. അതൊന്ന് ഒരു പ്രധാന കാരണം ആളുകളുടെ ലോഞ്ചിവിറ്റി കൂടി.
ഇപ്പോൾ 80 വയസ്സായ ആളെന്നൊക്കെ പറഞ്ഞാൽ ഓടി നടക്കുന്ന ഒരു കളിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ 80 വയസ്സിലധികം ഉള്ളവർ ഇപ്പോൾ 85 വയസ്സായ ആൾക്കാർ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യമുണ്ട്. പക്ഷേ പുതിയ തലമുറ നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ ജനിച്ചവരാണല്ലോ. അപ്പം ഞങ്ങളും ന്യൂക്ലിയർ ഫാമിലിയിൽ ജനിച്ചവരല്ല. 2 കുട്ടികളുണ്ടായിട്ടുള്ള കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ അവരുടെ നോട്ടങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ അവരെ കുറിച്ച് പറയുന്നത് അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് എൻഡൈറ്റിൽഡാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കിട്ടിയത് വലിയ കാര്യമായിട്ടതല്ല, കിട്ടിയതല്ല കാര്യം, അത് എൻഡൈറ്റിൽഡാണ്. അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ളത് അതിനിപ്പം അത്ഭുതം, അതെനിക്ക് കിട്ടേണ്ടതാണല്ലോ. പക്ഷെ കിട്ടാത്ത വിഷയങ്ങളാണ് പ്രധാനം. പക്ഷെ ഞങ്ങളുടെ കാലത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സിന് വേണ്ടി ഇങ്ങനെ ഒന്നുമില്ല. ബസ്സിൽ കയറാൻ പോലും 10 പൈസ കൊടുക്കാനില്ല. അപ്പം അതിനൊക്കെയാണ് സമരങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ തലമുറ ഒരു വേറൊരു ലോകത്താണ് അവരുള്ളത്. അപ്പം അതിൽ അവരെ കുറിച്ച് വിമർശിച്ചിട്ട് കാര്യമില്ല. അവർ നല്ല, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഞങ്ങൾ കാലത്തുള്ള ക്ലാസ്മേറ്റ്സ്, ഇപ്പം എൻ്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് എനിക്ക് ദീർഘകാലം ബന്ധമില്ലാതായി. ഞാൻ BSc പഠിക്കുമ്പോഴുള്ള ക്ലാസ്മേറ്റ്സ് 77 പിരിഞ്ഞവർ, അവരൊന്നും പിന്നെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം ചെറുപ്പക്കാരായ ആളുകളൊക്കെ അവർ ഡേ ടു ഡേ ബേസിൽ അവർ തമ്മിലൊക്കെ കാണുകയും ഈ ഡിജിറ്റലായിട്ട് സംസാരിക്കുകയും മീറ്റിംഗ് പോവുകയും എക്സ്കർഷന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ രീതികൾ വേറെയാണ്, ഡിഫറെൻ്റ് ആണ്. ഞാനിതും കൂടെ പറയട്ടെ, മുരളി പറഞ്ഞൊരു കാര്യം ഞാനത് പറയാറുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സ് അതിൽ തന്നെ ഒരു പൊളിറ്റിക്സാണ്. അതിൽ വരുന്ന ബാഡ് വേർഡ്സ്, തെറിവാക്കുകൾ, ആ തെറിവാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ നിയമസഭയുടെ ഒരു ഫെസ്റ്റിലാണ് ഇരിക്കുന്നത്. അത് നിയമസഭയിൽ ഒരു പ്രമേയം എന്ന് പറഞ്ഞ പോലെ ഒരു ഏകകണ്ഠമായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അത് ടെക്നിക്കലായിട്ടല്ല. എല്ലാ പാർട്ടികളും എൻ്റെ പാർട്ടിക്ക് വേണ്ടി ആരും തെറി പറയണ്ട, എൻ്റെ പാർട്ടിക്ക് എതിരും തെറി പറയണ്ട. ഇനി എൻ്റെ പാർട്ടിക്ക് വേണ്ടി തെറി പറയുന്നവർ പോലും നമ്മുടെ പാർട്ടിക്കാരല്ല, അതും എതിരാളികളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ തെറി തിന്നില്ലേ. പക്ഷെ അതാരും പറയാൻ തയ്യാറില്ല. ഇപ്പോൾ ബഷീർ സാഹിബിനോട് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ലീഗ് ശരിക്കും ഇനിയിപ്പം വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരെ നന്നായിട്ട് പരിഗണിക്കുമോ? നമുക്ക് പുതിയ തലമുറയിലേക്ക് ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ? അതിപ്പോൾ എല്ലാ പോലെ ഞങ്ങളൊന്നും പരിഗണിക്കലുണ്ടല്ലോ. ഞങ്ങൾ 900 MP കുഞ്ഞാലി സാഹിബിനെ, സൂപ്പി സാഹിബിനെ, മജീദ് സാഹിബിനെ, അല്ല ആ ചെറുപ്പക്കാരത്തിന് കഴിഞ്ഞ 2011 ഞങ്ങൾ ഒരുപാട് ചെറുപ്പക്കാരെ വിളിച്ച് 2014, 2020 അനുഭവ സമ്പത്ത് വേണം, പരിചയ സമ്പത്ത് വേണം, യുവാക്കൾ വേണം, മരുന്നുകൾ വേണം, എല്ലാവരും വേണം. ഒരു കൂട്ടർ നന്നായിട്ടാണ് ഒഴിവാക്കിയിട്ട് വേറെ പുതിയ കൂട്ടർ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്താൽ തിരുവനന്തപുരം വേറെ മാതിരിയാവും. അതെല്ലാം എല്ലാവരും വേണ്ടേ? ഈ അനുഭവ സമ്പത്തിൻ്റെ ഒരു വേണം. കാരണം ചെറുപ്പം വേണം, പരിചയ സമ്പത്ത് വേണം, ഭരണപരിചയം വേണം, ഒരു സംഘടന കൊണ്ടുനടക്കാനുള്ള പരിചയം വേണം. അപ്പോൾ ആകുമ്പോഴേ നടക്കുള്ളൂ. ഇപ്പോൾ ഒരു ചാനൽ, നിങ്ങൾ ചാനൽ നടത്തി, ആ ചാനൽ നടത്തണമെങ്കിൽ കുറച്ച് അനുഭവം വേണ്ടേ, പൈസ മുടക്കണമെന്നും വേണ്ടേ, കുറച്ചൊരു ഐഡിയ. അങ്ങനെയാണ് പാർട്ടികളുടെ എല്ലാവരും വേണം. അപ്പോൾ മുരളി സാറിനോട് കൂടി ആ ചോദ്യം, ഈ പുതിയ ആളുകൾ വരുന്നതിനെ കുറിച്ചും ഇത്തവണ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നിർത്തുന്ന സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാവട്ടെ പ്രായം ചെന്ന ആളാവട്ടെ, ആ സ്ഥലവുമായി ഒരു ബന്ധമുണ്ടാകും. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാരെ നിർത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷനിൽ ചെറുപ്പക്കാരെ ഞങ്ങളാണ് നിർത്തിയത്. പക്ഷേ 1-2 പേര് മാത്രമേ ജയിച്ചു. കാരണം പെട്ടെന്ന് നമ്മളൊരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ച് ഇറക്കിയാൽ ഇപ്പോൾ ജനം പഴയതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തടവുകാരല്ല. സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ജനതയാണ് ഇന്നത്തെ ജനത എന്ന് പറയുന്നത്. കാരണം അവരെല്ലാം വീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒരു കോൺഷ്യൻസിയുടെ ഇതനുസരിച്ച് ഉള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അംഗീകാരം കിട്ടും. ചെറുപ്പക്കാരും വേണം. ചെറുപ്പക്കാർക്ക് നമ്മൾ കുറേയൊക്കെ പരിശീലനം കൊടുക്കാനുണ്ട്. യങ് ജനറേഷന് നേരത്തെ പറഞ്ഞില്ല, എന്താണ് യങ് ജനറേഷന് അവർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ചരിത്രം പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം, നേരത്തെ ശ്രീ പന്ന്യൻ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ ഒരു തലമുറയെ നമ്മൾ ഇപ്പോഴേ വാർത്തെടുക്കുക. പെട്ടെന്ന് കൊണ്ട് ഇലക്ഷനിൽ 50% ശരിയാണ്, ഞാനത് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി ചെറുപ്പമാണെങ്കിലും പ്രായം ചെന്ന ആളാണെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പരിശീലനം ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരന് കൊടുക്കുന്നു. ഇന്ന സ്ഥലത്ത് പോയി നോക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ, സ്ഥാനാർത്ഥി എന്ന് പറയണ്ട. അങ്ങനെ നമ്മൾ ചുമതലപ്പെടുത്തിയാൽ കുറേയൊക്കെ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടും.
അല്ല ഇപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാർ വേണം. പക്ഷേ എന്ന് വിചാരിച്ച് പരിചയസമ്പന്നരെ മാറ്റി നിർത്തുന്നത് ഒരു ഗുണകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ അനുഭവ സമ്പത്തുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ പാർട്ടി അവിടെ ആഹ്വാനം ചെയ്താൽ ആ പാർട്ടിന്റെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കാലഘട്ടം മാറി. ഇപ്പൊ ഒരു 40-50% പാർട്ടി വന്നേക്കും. പിന്നെ സ്ഥാനാർത്ഥിന്റെ മികവ്, സ്ഥാനാർത്ഥിന്റെ പരിചയം, സ്ഥാനാർത്ഥിന്റെ ജനകീയത, കഴിവ്, ഇതൊക്കെ നോക്കിയിട്ടാണ് കൊണ്ട് സ്ഥാനാർത്ഥി. ഇപ്പൊ പഴയ മാതിരി വെറും പാർട്ടി പറഞ്ഞാൽ തന്നെ ഒന്നായിട്ടാണ് വോട്ട് ചെയ്ത് ജീവിക്കുന്നതല്ലേ അടുത്തിട്ടുണ്ട്. പിന്നെ മുന്നേറ്റം പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ വർഷം 47 ആൾക്കാര് സ്ഥാനാർത്ഥികളാക്കി പുതുമുഖങ്ങൾ 45 ആണെന്ന് തോറ്റു. ചിരിയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ രാഷ്ട്രീയത്തിലെ ചിരി എന്നാണുള്ള വിഷയം. അപ്പൊ രാഷ്ട്രീയത്തിലെ ചിരി ശരിക്കും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ കുറിച്ച് ഒരു പരാതി എല്ലാവരും പറയാറുള്ളത് സ്ഥാനത്തും അസ്ഥാനത്തും ചിരിക്കുന്ന. പക്ഷേ ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ചിരി വന്നാലേ ഞാൻ ചിരിക്കാറുള്ളൂ. ആത്മാർത്ഥമായിട്ട് ചിരി വന്നാലേ ചിരിക്കാറുള്ളൂ. ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ചിരിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം. അപ്പോൾ സ്ഥാനാർത്ഥിയും എല്ലാ പള്ളികളിൽ പോകണം, അമ്പലങ്ങളൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ പള്ളിയിൽ ചെന്നു. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ഈ യേശുദേവൻ്റെ രൂപം കിടത്തിയിരിക്കുകയാണ്, കുരിശിൽ തറച്ച രൂപം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എല്ലാവരും കാണിക്കുകയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് പറയാം, ഇയാൾ സ്ഥാനാർത്ഥിയായിട്ട് ചിരിക്കാത്തതാണ്. യേശുദേവൻ്റെ കുരിശിൽ കയറ്റിയ ആ രൂപം മുമ്പിൽ വെച്ചുള്ള നേരത്ത് സ്ഥാനാർത്ഥിയാണെന്ന് വെച്ച് ഇങ്ങനെ വെളുക്ക ചിരിച്ചാൽ അതിന് 10 വോട്ട് അപ്പം പോകും. പക്ഷേ ചിരിക്കാതിരുന്നപ്പോഴോ ഇയാൾക്ക് വോട്ടൊന്നും വേണ്ട, അവ ജയിക്കണം എന്നില്ല എന്നുണ്ട്. അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ ചില കമൻറ്റുകൾ. അപ്പോൾ ഈ ചിരിയെന്ന് ഞാൻ മരിച്ച വീട്ടിൽ ചെന്നാൽ എത്ര പരിചയക്കാരെ കണ്ടാലും ഞാൻ അങ്ങനെ ചിരിക്കാറില്ല. കാരണം മരിച്ചൊരു വീടാണ്, ദുഃഖത്തിലിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ അവിടെയും കടിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാണ് എന്നാൽ ചെയ്തപ്പോൾ അവർ ചിരിക്കുമ്പോൾ ഒന്ന് ഞാൻ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ ചിരിക്കാറുള്ളൂ, സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും. ഇനി ചിരിക്കുകയാണെങ്കിൽ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. മരിച്ച വീട് അവിടെ കല്യാണ വീട്ടിൽ ചിരിച്ചാൽ ചിരിക്കാം, വേണമെങ്കിൽ കല്യാണ വീട്ടിൽ ചെന്നിറങ്ങിയാൽ തിരിച്ചു കയറുന്നവർ ചിരിക്കാം, ഒരു കുഴപ്പമില്ല. അത് ചിരിയുടെ ഇതാണ്. സദ്യയും ഒക്കെ ആയിട്ട് ചിരി നന്നായിട്ട് ചിരിക്കാം. പക്ഷേ അതുപോലെ എല്ലാവരും മരിച്ച വീട്ടിൽ കയറുമ്പോൾ ചിരിക്കണം. അത് രാഷ്ട്രീയത്തിലെ ചിരി എന്ന് പറഞ്ഞാൽ ചിരിക്കും പരിമിതിയുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാം. ഇപ്പൊ ഞാനിപ്പോഴേ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ഒരു ചോദ്യമാണ്. നമ്മുടെ സമയം തീരാറായി. പാർട്ടി തീരുമാനിക്കുന്നു പറയാതിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. പാർട്ടി തീരുമാനിക്കുന്നു പറയാതിരിക്കണം എന്നുള്ളത്. ജോണാട്ടൻ എവിടെയായിരിക്കും മത്സരിക്കുക? എന്താണ് തീരുമാനമായോ? ചിരിയായിട്ട് ഒരു ബന്ധമുള്ളതല്ല. എന്നാൽ ചിരിയായിട്ടുള്ള ബന്ധമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയും, ഒരു മനസ്സോടെ നീങ്ങുക എന്നാണ് പറയേണ്ടത്. അതിനോട് ഒറ്റക്കെട്ട് എന്ന് പറയും. ഒറ്റക്കെട്ടായി നീങ്ങുക എന്ന് പറയുന്നതിനേക്കാളും ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയേണ്ടത് ഒരു മനസ്സോടുകൂടെ നീങ്ങുക എന്നുള്ളതാണ്. ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയൊരു കേസുണ്ട്. നമ്മളെ VS വിട്ട് ഈ ചിരിയുടെ കാര്യം പറയുമ്പോൾ VS മറക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഭാഗമുണ്ട്. VS എന്നെ പറ്റി പറഞ്ഞത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച്. ഞാൻ മുമ്പ് ആ ഇടുക്കിയിൽ ഒഴിപ്പിക്കലുമായിട്ട് VS കുറിച്ച് പറഞ്ഞു, കോട്ടിട്ടയാളും മുകളിലുള്ള ആളും. മുകളിലുള്ള ആളെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, കോട്ടിട്ടയാൾ മറ്റവൻ സുരേഷ് കുമാർ. അപ്പോൾ അത് പറഞ്ഞ് അന്ന് VS മറുപടി പറഞ്ഞില്ല. പ്രസ് ക്ലബ് വെച്ച് VS പറഞ്ഞ്, എന്നെക്കുറിച്ച് മുമ്പൊരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അറിയല്ലോ ആരാ, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളെല്ലാം മുടി മുമ്പിൽ മുമ്പിൽ മുമ്പിൽ, അദ്ദേഹം മുടി പിന്നിലാണ്, പിന്നിൽ പിന്നിൽ. ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പം, അപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ചിരി എന്ന് പറയുന്നത് ഇതാണ് ചിരി. മനുഷ്യന് പെട്ടെന്നുണ്ടാകുന്നൊരു ചിരി അങ്ങനെ വരുന്നതാണ്. അത് ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടില്ല. VS ആ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പിന്നെ ആലോചിച്ച് ചിരിക്കും. അല്ല, നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിലെ ചിരി എന്നുള്ള വിഷയം ഏതാണ്ട് ചർച്ച സമാപിക്കാറായി. ഒരു ചോദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ചോദിക്കാമെന്നാണ് തോന്നുന്നു. നമുക്ക് അതിന് പെട്ടെന്ന് ഇവർ മറുപടി പറയുന്ന വിധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റൊരു ചോദ്യം ചോദിച്ച് നമുക്ക് പെട്ടെന്ന് പോകാൻ തോന്നുന്നു. നമ്പാടൻ മാഷ വിട്ടുപോയി. നമ്പാടൻ മാഷ വിട്ടുപോയി. വളരെ കറക്റ്റ്. നമ്പാടൻ മാഷ സീതിയാഴ്ച സാഹിബിനെ കുറിച്ചുള്ള ഒരു തമാശ, മേനക ഷേണായിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിൽ കയറുമ്പോൾ നമ്പാടൻ മാഷ ഈ സിനിമ അന്നത്തെ കാലത്ത് ഇറങ്ങിയ സിനിമകളെ ചേർത്ത് രാഷ്ട്രീയം പറയാം. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഈ പാപ്പാനെ പറ്റി പല കഥകളും പറയും.
ബടമാഷ കാരണം വെച്ചാൽ എറണാകുളത്ത് വാപ്പ 73-74 ബസ് കയറിയപ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്തപ്പോൾ മേലകാന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു കവിത പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഷേണായി പറഞ്ഞു. അപ്പോൾ വാപ്പാനോട് ചോദിച്ചു സീരിയാജി എന്ന് പറഞ്ഞു. അല്ലാതെ വാപ്പാനെ പറ്റി പല കഥകളുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി വന്നുകൊണ്ട് ലീഡർ ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തു, ഇത് സീരിയാജിയാണ്. അപ്പോൾ അറിയും സീരിയാജി അറിയോന്നോ നെഹ്റുവിന്റെ വാളല്ല നിങ്ങൾ വാപ്പ. അപ്പൊ നെഹ്റുവിന്റെ വാളല്ല. അതേപോലെ വാപ്പാനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചിരിച്ചല്ലേ ചിരി കിട്ടിയില്ലാന്നല്ലേ പറഞ്ഞു. ഒന്നും കൂടി ഞാൻ പറയും. എന്റെ വാപ്പാനെ പറ്റി വാപ്പാനാണ് ഞങ്ങൾ പറയുന്നത്. വാപ്പി അത് ആസ്വദിക്കാറുണ്ട്. വാപ്പാനെ പോളിസി എന്താ വെച്ചാല് നമ്മളെ കൊണ്ട് ഒരാൾ ചിരിച്ചട്ടെ അങ്ങനെയെങ്കിലും ചുരുക്കുമല്ലോ എന്നുള്ളതാണ് വാപ്പാനെ പോളിസിണ്ടായത്. അപ്പോൾ വാപ്പ ഫ്ലൈറ്റ് കയറിയപ്പോ എയറോസ്റ്റാണ് വെയിറ്റ് ആണ്. അപ്പം മറ്റേ ഗോവണി വരണം, സ്റ്റെയർ കേസ് വരണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് 62 കിലോമീറ്റർ ചാട്ടം. ഞാനൊരു വേറെ ഭയങ്കര ഒരു തമാശ ഞാൻ പറഞ്ഞ ആപ്പാനെ പറ്റി കോളേജ് കുട്ടികൾ ഉണ്ടാക്കുന്ന തമാശ അല്ല ഇതൊക്കെ. ഇത് വേറൊരു തമാശ ഞാൻ കേട്ടതേ. ഈ സാഹിബ് ഇങ്ങനെ പോകുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിന്റെ അടുത്തങ്ങാണ്ട് ഹിസ്റ്ററി കോൺഗ്രസ് ഒരു ബോർഡ് വെച്ചിട്ട് കേട്ടോ. അപ്പൊ തിരിച്ചു പോയിട്ട് ആന്റണിയോട് പറഞ്ഞു കോൺഗ്രസ് വളർന്ന വീട്. കോൺഗ്രസ് പിന്നെ വളർന്നു വെച്ചു. സൗദി അറേബ്യയിൽ മുന്നിൽ ചെന്ന് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ വായിക്കുക, പടച്ചോനെ അരിവാള് ഏത് അറൈവല്ല ഇതെല്ലാവരും രസകരമായ ഒരു ഇതൊക്കെ മൂപ്പരെ പറ്റി പറഞ്ഞാലും മൂപ്പർക്ക് നല്ല സെൻസ് ചെയ്തിട്ടു, കോമൺ സെൻസ് ചെയ്ത്. ഒരു സുഖതാശേഷിനെ പറ്റി കവിയല്ലാതെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവസാനം വാപ്പയുടെ അസംബ്ലി പറഞ്ഞു, ഞാൻ അവർ കവിയല്ലാതെ പറഞ്ഞിട്ടുള്ളൂ, അവർ കവിയത്രിയാണ് ഞാൻ. അവൻ്റെ ആ വിമർശനമൊക്കെ ഉണ്ട്. അതിനോട് വരും. എനിക്ക് വൈകുന്നേരത്തെ മീറ്റിങ്ങിന് തിരിച്ചു വരണമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് സംഘാടകരെ വിളിച്ച് എത്ര മണിക്കാണ് ലാസ്റ്റ് ബസ്? നിങ്ങൾ തട്ടിക്കോ ലാസ്റ്റ് ബസ് കൂടെ കൂടിയുണ്ട്. ലാസ്റ്റ് ബസ് കൂടെ കൂടിയുണ്ട്. ഞാൻ കൂടെ കൂടിയാണ്. അതെ, 6:30 മണിക്ക് സ്റ്റേറ്റ് ബസ്, അത് കഴിഞ്ഞ് ഗോമതി, പിന്നെ കല്യാണി, പിന്നെ രാഗിണി. രാത്രി 8 മണി വരെ ലാസ്റ്റ് ബസ് ഉണ്ട്. അവിടെ ലാസ്റ്റ് ബസ് കൂടെ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഔപചാരികതകളില്ലാത്ത ഒരു സദസ്സായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൂടുതൽ അങ്ങോട്ട് ചോദ്യം ഉത്തരം എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവരും രസകരമായി പ്രതികരിച്ചു, രസകരമായി സംസാരിച്ചു, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. നമ്മളൊരു ചിരിയുടെ അല്ല അതിന് ഈ ഗമ്മെന്നുള്ള പരിപാടിയിൽ നിങ്ങൾ നടത്തുന്ന ആ കണ്ണൂർ ഭാഷ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്കുകളും അതുപോലെ ചില നോട്ടങ്ങളും അതിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ഭയങ്കര ഏകാണ്ടായുള്ള അഭിപ്രായം. അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തോടുകൂടി അത് പാസ്സാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു ചിരിയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വെറുതെയെങ്കിലും നമ്മളിങ്ങനെ തമാശകൾ പറയാതെ കുറേ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിരിപ്പിക്കുന്നവർ വരും, തമാശക്കാർ മാത്രമല്ല. അതിന് മുന്നിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏറ്റവും പ്രമാണിയായ അധികാരിയെ ഏറ്റവും ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ അതുവരെ നമ്മൾ സ്വീകരിച്ച ഒരു തലമുറയും കാലവുമാണ് നമ്മുടേത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു 5 മിനിറ്റ്. ഇത്ര നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.